വളരെ അടുത്ത ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിനകത്ത് വെച്ച് 2 തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒന്ന്, പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു ചർച്ച വളരെ ഗൗരവമായി വരികയും അദ്ദേഹം തന്നെ അതിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടുന്നൊരു വാർത്ത. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം ഒഴിയുകയാണ്. പകരം വരുന്നത് ബാലഗോപാലാണോ എന്നുള്ളതാണ് സംശയം. ബാലഗോപാൽ ആയിരിക്കാനാണ് 100% സാധ്യത. KN ബാലഗോപാലിൻ്റെ സമയം തെളിയുന്നു. കാര്യം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കും ഭാവിയിലെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്. പി രാജീവ് തോറ്റുപോയി, MP രാജേഷ് തോറ്റുപോയി, സ്വരാജ് ഇല്ല. അപ്പോൾ പിന്നെ KN ബാലഗോപാലിൻ്റെ ടൈമാണ് ബെസ്റ്റ് ടൈം. KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കണം എന്നുള്ള ചർച്ച CPI തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPIക്ക് ഇതിൻ്റെ ഉപകക്ഷി നേതാവ്, നിയമസഭ ഡെപ്യൂട്ടി ലീഡർ, ഓപ്പോസിഷൻ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനവും CPIക്ക് വേണം എന്നൊരു ഡിമാൻഡ് CPI ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡിൽ പിണറായി വിജയൻ സമ്മതിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. കാരണം ശക്തമായ രീതിയിലാണ് പാർട്ടി അണികളിൽ നിന്നും പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ നിന്നും പിണറായി വിജയൻ്റെ രക്തത്തിന് വേണ്ടി പിണറായി വിജയനെ മാറ്റണം എന്നുള്ള രീതിയിൽ വലിയ ശബ്ദം ഉണ്ടായി വരുന്നുണ്ട്. DYFIയുടെ സമ്മേളനങ്ങളിൽ വരുന്നു, പാർട്ടി സമ്മേളനങ്ങളിൽ വരുന്നു, പാർട്ടിയുടെ വിശദീകരണ യോഗങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ വിശാലമായ വിശദീകരണ യോഗങ്ങൾ വിളിക്കുന്നതിലും പാർട്ടി ഒന്ന് അറയ്ക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഏത് കുഞ്ഞു വിഷയമുണ്ടായാലും, അത് സാർവദേശീയമാവട്ടെ, ദേശീയമാവട്ടെ, പ്രാദേശികമാവട്ടെ, സംസ്ഥാനതലമാവട്ടെ, ഏത് കുഞ്ഞു വിഷയമുണ്ടായാലും ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായതിനു ശേഷവും ആഫ്റ്റർ എഫക്റ്റ് പല തലങ്ങളിൽ ഏരിയ തലങ്ങളിൽ ആളുകളെ വിളിച്ചു കൂട്ടും. ഏരിയ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ഏരിയ കമ്മിറ്റി അടിസ്ഥാനത്തിൽ വിളിച്ചു കൂട്ടുന്നവരെ, ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവരെ വിളിച്ചു കൂട്ടും. പിന്നെ താഴേക്ക് പഞ്ചായത്ത് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റികൾ, പാർട്ടി മെമ്പർമാരെ വിളിച്ചു കൂട്ടും. പിന്നെ അതായത് ഒരു ബഹുജന വിദ്യാഭ്യാസം നടക്കും. പാർട്ടി എന്തുകൊണ്ട് ഈ നിലപാടെടുത്തു, പാർട്ടി എന്തുകൊണ്ട് ഈ നിലപാടെടുത്തില്ല, എന്താണ് പാർട്ടിയുടെ നിലപാടെന്ന് പറയാൻ പാർട്ടി സഖാക്കളായിട്ടുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള സമ്മേളനങ്ങൾ നടക്കും. അത് വ്യാപകമായി നടക്കും. എല്ലാ കാലത്തും CPM ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അവിടെ വിമർശനങ്ങൾ വരും, തർക്കങ്ങൾ വരും, പിന്നെ സൂചനകൾ വരും, അതെല്ലാം എഴുതിയെടുക്കും. അത് മുകളിലോട്ട് വന്ന് അത് പോളിറ്റ് ബ്യൂറോ വരെ വന്ന് അങ്ങനെ ഒരു ജനാധിപത്യമുണ്ട്. ഈ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നതിനകത്തുള്ള, അതായത് ഇതുണ്ടല്ലോ, ഈ പുതിയ ഭരണസമിതി എടുക്കുന്നതിനകത്തുള്ള ചില ജനാധിപത്യ വിരുദ്ധത ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പ്രോസസ്സ് ഉണ്ട്. അത് CPMനകത്ത് മാത്രമേ ഇന്ത്യയിൽ ഒരു പാർട്ടി എന്നുള്ളതിൽ. പിന്നെ CPIയിലും ഇത്ര വ്യാപകമല്ല. CPIയിലും അങ്ങനെ വ്യാപകമായിട്ട് മീറ്റിംഗ് അവർ വിളിക്കാറില്ല. CPM വിളിക്കും, വിശദീകരണ യോഗങ്ങൾ താഴേക്ക് വിളിക്കും. അവിടെ പാർട്ടി സഹാക്കൾക്ക് പറയാനുള്ളതും വിമർശിക്കാനുള്ളതും ഒക്കെ കേൾക്കും. കേട്ടതിന് ശേഷം അത് മുകളിലോട്ട്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ കേൾക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മുകളിലോട്ട് വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ തിരുത്തലൊന്നും ഉണ്ടാവില്ല. കാര്യം ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി തിരുത്തണമെന്ന് സാധാരണ അംഗങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റി തിരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി മാറത്തൊന്നുമില്ല. അത് സമ്മേളനത്തിലേ മാറുള്ളൂ. ബ്രാഞ്ച് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ വലിയ ഗുരുതരമായ അലിഗേഷൻ വരണം. ബ്രാഞ്ച് സെക്രട്ടറിമാരെല്ലാം കൂടെ പറയണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാറണമെന്ന് പറഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തോറ്റു ആയതുകൊണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റു ആയതുകൊണ്ട് ഏരിയ സെക്രട്ടറി മാറണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ജില്ലയിൽ ആകെ പരാജയം വന്നുകൊണ്ട് ജില്ലാ സെക്രട്ടറി മാറണമെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. സംസ്ഥാനത്ത് ആകെ പരാജയം വന്നിരിക്കണം, അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി മാറണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. അതുകൊണ്ട് പിണറായി വിജയനെ ഒഴിവാക്കണം എന്ന് പറയുന്നിടത്തുനിന്ന് മാറി പിണറായി വിജയൻ തന്നെത്താനെ മാറാൻ തനിക്ക് മതിയാകുന്നു, അല്ലെങ്കിൽ താനൊന്ന് വിശ്രമത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വരുന്നു. അതിന് എന്തായാലും ഇന്നലെയൊക്കെ പോളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗമൊക്കെ നടക്കുകയാണ്. പിന്നെ കേരളത്തിൽ നിന്ന് സതീദേവിയും സുജാതയും CS സുജാതയും ശ്രീമതി ടീച്ചറും അടക്കമുള്ള ഒരുപാട് ആളുകൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. വലിയ സമ്മേളനത്തിൽ കമ്മിറ്റിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കേന്ദ്ര കമ്മിറ്റിയിലും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ തീരുമാനമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പിണറായി വിജയൻ മാറാൻ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം ഒഴിവാകുന്നു. പകരം KN ബാലഗോപാലായിരിക്കും പ്രതിപക്ഷ നേതാവായി വരുന്നത്. കാരണം 25 സീറ്റുള്ള മുന്നണിയെ അടുത്ത 70 സീറ്റിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു വലിയ ഭാരിച്ച ദൗത്യമാണുള്ളത്. ആ ദൗത്യം ചെയ്തെടുക്കാൻ പിണറായി വിജയൻ ആരോഗ്യപരമായ കാരണങ്ങളാലും വയസ്സിൻ്റെ കാരണങ്ങളാൽ ഇനി 5 വർഷം കൂടെ നിന്ന് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബാലഗോപാലിന് അതിൻ്റെ ഒരു സാധ്യത വരുന്നു എന്നാണ് കേൾക്കുന്നത്. പിണറായി ഒന്നുകിൽ ഒഴിവാകും അല്ലെങ്കിൽ മാറ്റും എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. മാറ്റുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒഴിവാകാനുള്ള സാധ്യതയാണ് കാണുന്നത്.
അതുപോലെ CPIക്ക് അവർ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം, ഡെപ്യൂട്ടി ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം കൊടുക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ബിനോയ് വിശ്വത്തെ പിണക്കണ്ട എന്നുള്ള ഒരു ചിന്ത CPM-നകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരുന്ന LDFിൻ്റെ യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വരാനുണ്ട്. പിന്നെ LDF എന്ന് പറയാൻ മാത്രം യോഗമൊന്നുമില്ല. 3 ഘടകകക്ഷികളാണ് ആകപ്പാടെ ജയിച്ചിട്ടുള്ളത്. 3 കക്ഷികൾക്കാണ് സ്ഥാനാർത്ഥിത്വം ഉള്ളത്, ഈ ജയിച്ചവരുള്ളത്. ബാക്കി എല്ലാവരും ഒരുപാട് കക്ഷികളുണ്ട് അതിനകത്ത്. പക്ഷേ 3 പേർക്ക് പാർലമെൻറ്റ് അസംബ്ലിയിൽ പിന്നെ എന്താ ഉള്ളൂ, പ്രാതിനിധ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ശബ്ദങ്ങൾക്ക് CPM-നും CPIക്കും ജനതാദളിന് ഒരു സീറ്റും അത്രയുള്ള ഒരു ബന്ധമേ അവരുടെ ശബ്ദത്തിനുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ പാർട്ടി ആയാലും കോൺഗ്രസ് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടി ആയാലും അതുപോലെ ഏത് പാർട്ടികൾക്കുമൊക്കെ പിന്നെ AK ശശീന്ദ്രൻ്റെ പാർട്ടി, ഈ പാർട്ടികൾക്കൊന്നും MLA-മാരില്ലാത്തതുകൊണ്ട് അവരുടെ ശബ്ദം വലുതായിട്ട് ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു കുറേ പേരുണ്ട്. അവരുടെ ശബ്ദത്തിനൊന്നും ഒരു വിലയും കാണില്ല. വില വരുന്നത് ജനതാദളിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥി ഉള്ളതിൻ്റെ അവർക്ക് കുറച്ച് വെയിറ്റ് കിട്ടും, CPIക്ക് കുറച്ച് കൂടുതൽ വെയിറ്റ് കിട്ടും. അപ്പോൾ CPIയുടെ വെയിറ്റിൻ്റെ ഭാഗമായി CPM-നകത്ത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് വളരെ വലിയ സാധ്യത.